ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, ഈ പരാതി തന്നു എന്ന് പറയുന്ന ജീവൻ നിത്യ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് സാറിന് അറിയോ? അല്ല, എത്ര തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്നുള്ളത് സാറിന് അറിയോ? എന്നിട്ട് ഇവര് പരാതി കൊടുത്തോ? കോടതി പോയോ? ഇല്ലല്ലോ. ഹരി, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ എന്റെ മുമ്പിൽ വരുന്ന പെറ്റീഷൻ മാന്യമായി തീർപ്പാക്കുക എന്നത് എന്റെ ഉത്തരവാദിത്ത. സോ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അതെന്ത് അനീതിയാണ് സർ? അത് പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന രണ്ടുപേരെ നിയമം അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സെന്റിമെന്റ്സും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ അത് പാടില്ല. നിങ്ങളുടെ പ്രണയവും ഒന്നിച്ച് താമസിക്കലും ഒക്കെ അയാളുമായിട്ടുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് മതി. സർ, സാർ അയാളുടെ വക്കാലത്ത് ഏറ്റെടുത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്തോ സാറേ, ആളുകളെ സ്വാധീനിക്കാൻ അയാൾ മിടുക്കന. അയാൾക്ക് അതിനുള്ള സാമ്പത്തികമായ സോഴ്സും ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങൾ തലകുനിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായടാ. ജീവനിൽ നിന്ന് ഞാൻ പണം പറ്റി അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നല്ലേ നേരെ ചൊവ്വേ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരേണ്ട വഴി എനിക്കറിയാം. ഇപ്പോ ഇവിടുന്ന് പോയിക്കോ. എന്നിട്ട് ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ നീ ജീവിക്ക്. അല്ലെങ്കിൽ രണ്ടിനെയും തൂക്കിയെടുത്ത് കോടതി കൊണ്ടുപോയി നിർത്തും ഞാൻ. അവിടെ നിന്ന് നാറും രണ്ടുപേരും. പോടാ. നടക്ക. പകരം വീട്ടിയതാണല്ലേ? സംശയമുണ്ടോ? ഞാൻ പകരം വീട്ടിൽ തുടങ്ങിയിട്ടുള്ളൂ നിത്യ. അധികം വൈകാതെ അതിന്റെ ആഘാതം രണ്ടുപേർക്കും മനസ്സിലാവും. ഹരി, എന്നോടൊന്നും തോന്നരുത് കേട്ടോ. അല്ല, എനിക്കല്ലടാ തോന്നണ്ടേ. നിയമപ്രകാരം ഇവൾ ഇപ്പോഴും എന്റെ ഭാര്യ. അങ്ങനെ നോക്കുമ്പോ നീ എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവച്ചവന്, ജയാറിന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവച്ചവനെ ജയാറ് വെറുതെ വിടുവോ ഹരി? ഇല്ല. ചെല്ല്, CI സാറ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ നിത്യ, ഇത് പ്ലാൻഡാ. സിയുടെ ഓരോ വാക്കിനും അയാൾ കൈപ്പറ്റിയ കൈക്കൂലിയുടെ ഗന്ധമുണ്ട്.